നമസ്കാരം. ഞാൻ കലാശാല മുരളി. നാട് മുഴുവൻ അഷ്ടമിരോഹിണിയുടെ ആഘോഷത്തിന്റെ തിമിർപ്പിലാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി ആഘോഷിക്കാൻ വേണ്ടി കൃഷ്ണഭക്തന്മാർ മുഴുവൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചില വിശേഷങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരാഗ്രഹത്തിൽ ജനിച്ച് ബാല്യകാലത്തിൽ എത്രയോ കഷ്ടപ്പാടുകളൊക്കെയും അനുഭവിച്ച് ജീവിച്ച് ലോകജനതയെ, സജ്ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് തന്നെ രൂപം കൊടുത്ത ആളാണ് കൃഷ്ണ ഭഗവാൻ എന്ന് നമ്മൾ ഈ തരുണത്തിൽ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ലോകമെമ്പാടും കൃഷ്ണ ഭഗവാന്റെ തത്വങ്ങൾ, ആദർശങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയും പ്രചരിപ്പിക്കുന്നതിനായി ഭക്തന്മാർ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം വിദേശ രാജ്യങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലി ഭഗവാന്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ലോക ജനതയുടെ സംരക്ഷണത്തിനായി, രക്ഷയ്ക്കായി അദ്ദേഹത്തിന്റെ ആദർശങ്ങളും ജീവിതചര്യകളും ഒക്കെയും നമ്മൾ അനുകരിച്ച് മുന്നോട്ട് പോകണം എന്ന് ഇവരൊക്കെയും ഉദ്ഘോഷിക്കുമ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജീവിത പ്രതിസന്ധിയെ എങ്ങനെ നേരിടണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവതത്തിൽ, ഗീതോപദേശത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. സജ്ജനങ്ങളെ സംരക്ഷിക്കാനായി മഹാവിഷ്ണുവിന്റെ അവതാരമായി ഭൂമിയിൽ ജാതനായ കൃഷ്ണഭഗവാന്റെ ആദർശങ്ങൾ ഇന്ന് ലോകമെമ്പാടും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കാനായി ഭാരതത്തിലേക്ക് തന്നെ വിദേശികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത പ്രതിസന്ധിയെ എങ്ങനെ നേരിടണമെന്ന് അദ്ദേഹം ഭഗവത്ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഭഗവത്ഗീത പഠനാർഹമാക്കിയാൽ, ഭഗവത്ഗീത പഠിച്ചാൽ ജീവിത പ്രതിസന്ധികളെ നമുക്ക് നിഷ്കരണം പുറന്തള്ളി മുന്നോട്ട് വിജയപ്രദമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. യുദ്ധക്കളത്തിൽ തളർന്നു വീണ അർജുനനെ തേരാളിയായ കൃഷ്ണ ഭഗവാൻ ഉപദേശം കൊടുത്ത് മനസ്സിന് ഉണർവും ഉന്മേഷവും കൊടുത്ത സംഭവമാണ് ഗീതോപദേശം. അദ്ദേഹം പറയുന്നുണ്ട്, യുദ്ധം എന്ന് പറയുന്നത് പോർക്കളത്തിൽ ഉണ്ടാകുന്നത് മാത്രമല്ല, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെയും യുദ്ധമാണ്. പോർക്കളത്തിൽ ശത്രുക്കളെ ആയുധങ്ങൾ കൊണ്ട് നേരിടുമ്പോൾ നമ്മുടെ മനസ്സിലെ യുദ്ധത്തെ മനസ്സിന് ശക്തി കൊടുത്തുകൊണ്ട് അതിനെ നേരിട്ട് ജീവിത വിജയം ഉണ്ടാക്കണം. ഇതാണ് ഗീതോപദേശത്തിൽ പ്രത്യേകം പറയുന്നത്. ബന്ധുക്കളായാൽ പോലും ശത്രുപക്ഷത്ത് നമ്മൾ കണ്ടാൽ അവരെ ശത്രുവായി തന്നെ കണ്ട് അവരെ നേരിട്ട് അവരെ പരാജയപ്പെടുത്തി പോയെന്ന വരിയിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകൂ എന്ന് അദ്ദേഹം പ്രത്യേകം ഉദ്ഘോഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്നേഹം, കൃഷ്ണപ്രേമം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്നേഹമാണ് നമുക്ക് സമൂഹത്തിൽ അത്യാവശ്യമെന്ന് അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളിലും കാണിക്കുന്നുണ്ട്. സ്വന്തം സഹപാഠിയായ സതീർത്ഥ്യനായ കുചേലനെ കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം ഓടിച്ചെന്ന് വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കൈപിടിച്ചു കൊണ്ടുവന്ന് കൃഷ്ണ ഭഗവാന്റെ സഹധർമ്മിണിയായ ലക്ഷ്മി ദേവിയെ കൂടി കൂട്ടി അവർ രണ്ടുപേരും കൂടി സാധുവായ കുചേലനെ പിടിച്ചുകൊണ്ടുവന്ന് കൃഷ്ണഭഗവാൻ തന്നെ കുചേലന്റെ കാല് കഴുകി തന്റെ സിംഹാസനത്തിൽ തന്നോടൊപ്പം പിടിച്ചിരുത്തി അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു. ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ കൃഷ്ണഭഗവാനെ ചെന്ന് കണ്ടാൽ, തന്റെ സഹപാഠിയായ കൃഷ്ണഭഗവാനെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകും
എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം കൃഷ്ണ ഭഗവാനെ കാണാൻ വന്നത്. പക്ഷേ ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ ഒന്നും പറയാനോ ഒന്നും ആവശ്യപ്പെടാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ കുചേലന്റെ എല്ലാ ജീവിത കഷ്ടപ്പാടുകളും മനസ്സിലാക്കിയ കൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അദ്ദേഹത്തിന് വേണ്ടുന്നതെല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച ഒരു വലിയ ആദർശത്തിന്റെ ഉടമയാണ് കൃഷ്ണ ഭഗവാൻ. നമ്മുടെ നാട്ടിൽ പലരും നമ്മൾ കടന്നു വന്ന ആ ഭാഗങ്ങളൊന്നും ഓർക്കാതെ പഴയ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒക്കെ കണ്ടാൽ പോലും കണ്ടില്ല എന്ന് നടിച്ച് മാറിപ്പോകുന്ന ആ ആളുകളൊക്കെയും കൃഷ്ണ ഭഗവാന്റെ ഈ സന്ദേശം ഉൾക്കൊള്ളുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ഒരു നല്ല സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കേണ്ടത് എങ്ങനെയെന്ന് കൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണാഷ്ടമി നമ്മൾ ആഘോഷിക്കുമ്പോൾ, അഷ്ടമിരോഹിണി ആഘോഷിക്കുമ്പോൾ നമ്മൾ പാവപ്പെട്ടവരെയും പാവപ്പെട്ട സമൂഹത്തെയും മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്കൊക്കെയും സഹായം എത്തിക്കാൻ കൂടി പരിശ്രമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.